ലോയേഴ്സ് കോൺഗ്രസിൽ അതേസമയം പൊട്ടിത്തെറി ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരൻ രംഗത്ത് വരികയാണ്. ഇപ്പോഴും താനാണ് സംഘടനയുടെ പ്രസിഡന്റ് എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്ന PK അബ്ദുൾ റഹ്മാൻ താൽക്കാലിക പ്രസിഡന്റ് മാത്രമാണ്, തന്റെ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. നമ്പർ നോക്കിയിട്ട് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് സീനിയർ ഗവൺമെന്റ് ഫെഡറൽസ് ഉണ്ട്, സ്പെഷ്യൽ ഗവൺമെന്റ് പീഡേഴ്സ് ഉണ്ട്, ഹയർ ഉണ്ട്, ഗവൺമെന്റ് പീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഓരോ ഓപ്ഷൻ വെച്ചുകൊണ്ട് ഇത്ര വെച്ചുകൊണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ലോയേഴ്സ് കോൺഗ്രസില് ഈ ഹൈക്കോടതിയില് പിന്നെ ഇത് അതിനകത്ത് ഘടകകക്ഷികളുടെ ഉണ്ടാവും, പിന്നെ ജാതി മത സംവരണങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുക. അബ്ദുൾ റഹ്മാന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത ലിസ്റ്റിലെ ആദ്യത്തെ പേര് അദ്ദേഹത്തിന്റെയാണ്, സ്പെഷ്യൽ ഗവൺമെന്റ് പേര്. പിന്നെ അദ്ദേഹത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആവണമെന്ന് പറഞ്ഞിട്ടൊരു അപേക്ഷ കൊടുത്തു. ചിലപ്പോ അദ്ദേഹം ചെന്ന് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് എന്താ പറയുക അജിറ്റേറ്ററായി പോകാനുള്ള തരയിലുള്ള വല്ല റിപ്ലൈ കിട്ടുകയോ അല്ലെങ്കിൽ എന്ത്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് ഹൈക്കോടതിയില് ഒരു ദിവസവും പോലും കോർട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണ് അബ്ദുൾ റഹ്മാൻ. അദ്ദേഹം ശരിയായ ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എലിജിബിൾ അല്ല, അദ്ദേഹം കോമ്പിറ്റന്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന് ആദ്യം ആവശ്യപ്പെടുന്ന സ്പെഷ്യൽ ഗവൺമെന്റ് ബിൽഡർ കൊടുക്കാനായിട്ട് ചിലപ്പോ ഈ നമ്മുടെ സർക്കാർ സാധിച്ചിട്ടുണ്ടാവില്ല. അബ്ദുൾ റഹ്മാൻ ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ VS ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് നമുക്കറിയാം മുൻകാലത്തൊരു നടി നൽകിയ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാവുകയും സ്വയം രാജിവെക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലവിലെ ഈ അബ്ദുൾ റഹ്മാനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്? അപ്പോൾ ഒരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ബിനിൽ? പ്രതീക്ഷ, എന്തായാലും ലോയേഴ്സ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും എതിർക്കുന്ന വിഭാഗവും എന്ന രീതിയിൽ ആ സംഘടന രണ്ട് ഭാഗങ്ങളായി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ മുൻ പ്രസിഡന്റ് VS ചന്ദ്രശേഖരനാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഞാനാണ് ഇപ്പോഴും ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നതാണ്. കാരണം താൻ രാജിവെച്ചത് തനിക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ ആരോപണങ്ങൾ തെളിവില്ലാത്തതാണ് അല്ലെങ്കിൽ നിലനിൽക്കാത്തതാണ് എന്ന് കണ്ട് പോലീസ് എഴുതിത്തള്ളി. അപ്പോൾ താൻ ഈ സംഘടനയുടെ പ്രസിഡന്റായി മാറിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിലവിലുള്ള ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി വിളിക്കാത്തത് കൊണ്ടാണ് തനിക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയാത്തത്. ഈ സർക്കാരിന്റെ GP നിയമനം പൂർണ്ണമായും ശരിയാണ്, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ജിയോണ ജെയിംസ് അടക്കമുള്ളവർ ഈ ILCയുടെ ഭാഗമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് മറ്റ് മോഹഭംഗങ്ങളുടെ ഭാഗമായിട്ടാണ് അബ്ദുൾ റഹ്മാൻ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ ഈ VS ചന്ദ്രശേഖരനും അദ്ദേഹത്തോടൊപ്പമുള്ള ഭാരവാഹികളും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും KPCCയോട് തങ്ങൾ നടപടി ആവശ്യപ്പെടുകയാണ്. അബ്ദുൾ റഹ്മാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാണ് VS ചന്ദ്രശേഖരനും കൂട്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ KSU കടന്ന് ലോയേഴ്സ് കോൺഗ്രസിലെത്തി ആ സംഘടനയിൽ വലിയ പിളർപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.